What are the factors causing appreciation of Indian rupee? Appreciation of Indian rupee എന്താണ്? ഇന്ത്യ രൂപയുടെ വാല്യൂ കൂടണമെങ്കിൽ എന്താ? ഇൻഫ്ലോ ഓഫ് ഡോളർ. ഈ ഒരു തോട്ട് പ്രോസസ്സിൽ സോൾവ് ചെയ്യും. ഇൻഫ്ലോ ഓഫ് ഡോളർ. ഇതിൽ ഏതെല്ലാം സിറ്റുവേഷനിലാണ് ഇന്ത്യയിലേക്ക് ഡോളർ വരാം? ഫസ്റ്റ് വൺ എക്സ്പോർട്ട്, സെക്കൻഡ് വൺ ഫോറിൻ ടൂറിസ്റ്റ് കമ്മിങ് ടു ഇന്ത്യ. സിമ്പിൾ അല്ല, ഐഡിയ ക്ലിയർ അല്ല. ഇനി അടുത്തതാണ് നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ട്. റുപ്പി അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും ഡിപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴും ഇന്ത്യയിലെ എക്സ്പോർട്ടിന് എന്താണ് സംഭവിക്കുക, ഇമ്പോർട്ടിന് എന്താണ് സംഭവിക്കുക? വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിസ്കഷൻ ആണ്, പക്ഷെ വളരെ എളുപ്പമാണ്. നല്ലൊരു എക്സാമ്പിൾ ഞാൻ അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് അതൊന്ന് അനലൈസ് ചെയ്യാൻ പറ്റുണ്ടോ എന്ന് നോക്ക്. ഈ അനാലിസിസ് ഞാനിപ്പോ ചെയ്യിപ്പിക്കുന്നത് വേറെ ഒന്നും കൊണ്ടല്ല കേട്ടോ. പ്രിലിമിനറി ഇസ് ഓൾ അബൌട്ട് അനാലിസിസ്. നമ്മൾ കുറെ കാര്യം പഠിപ്പിച്ചു തന്നാൽ ഇറ്റ്സ് ഓൾ അബൌട്ട് അനാലിസിസ്. ജസ്റ്റ് ഒന്ന് ആ എക്സാമ്പിൾ ഒന്ന് അനലൈസ് ചെയ്യാൻ പറ്റുണ്ടോ എന്ന് നോക്ക്. ഇനി ചെറിയൊരു ചാപ്റ്ററും കൂടിയുള്ളൂ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ. വിത്ത് ദാറ്റ് വി വിൽ കൺക്ലൂഡ് അവർ പ്രിലിമിനറി ഡിസ്കഷൻ. ഓക്കെ, then we will move towards our main topic starting from agriculture. Okay, എന്ന് വെച്ച് ഈ അഗ്രികൾച്ചർ ഒന്നും പ്രിലിമിനറിക്ക് ചോദിക്കില്ല എന്നല്ല. whatever topics we are going to discuss are very much important in means. കുറേ ഓവർലാപ്പ് ആണ്. അഗ്രികൾച്ചർ പ്രിലിമിനറിക്ക് ചോദിക്കാം, ഇൻഫ്രാസ്ട്രക്ചർ മെയിൻലി ചോദിക്കാം മെയിൻസിന്, പക്ഷെ അത് എവിടെയും ചോദിക്കാം, പ്രിലിമിനറിക്ക് ചോദിക്കാം. അതുപോലെ നമ്മളിപ്പോൾ എടുത്ത ഗവൺമെന്റ് ബഡ്ജറ്റ് പോലെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് ചോദിക്കുക പ്രിലിമിനറിക്കാണ്, പക്ഷെ അത് എവിടെയും ചോദിച്ചു കണ്ടിട്ടുണ്ട്, മെയിൻസിന് വന്നിട്ടുണ്ട്. അപ്പൊ പ്രിലിമിനറി ടോപ്പിക് മെയിൻസിന് വരില്ല എന്നല്ല ഞാൻ പറയുന്നത്. പ്രോബബിലിറ്റി പ്രകാരം ഈ ആദ്യം എടുത്ത ഈ ടോപ്പിക്കുകളാണ് പ്രിലിമിനറിക്ക് ഹയർ പെർസെൻറ്റേജ്. ഇനി എടുക്കാൻ പോകുന്നതാണ് മെയിൻസിന് ഹയർ പെർസെൻറ്റേജ്. ഇപ്പൊ മെയിൻസ് ഫസ്റ്റ് ചാപ്റ്റർ തൊട്ടേ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഓരോ ടോപ്പിക്കുകൾ എടുക്കുമ്പോൾ അതിന്റെ ഒരു പ്രീവിയസ് ഇയർ PYQ മെയിൻസ് ഞാൻ ക്ലാസ്സിൽ എഴുതിപ്പിക്കുന്ന രീതി എന്ന് പറയുമ്പോൾ മോസ്റ്റ്ലി I will provide a 10 marker question. 10 marker question ആണെങ്കിൽ we are expecting an ideal time of 7.5 minutes. 7.5 വേണ്ട, 10 minutes ഞാൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യും. നിങ്ങൾ എഴുതുക, ഞാൻ ക്ലാസ്സിൽ ഒരു മോഡൽ ആൻസർ തരും. ഓക്കെ അല്ലേ? ഒരു ഞാൻ എഴുതുന്നതാണ് കറക്റ്റ് ഉത്തരം എന്നല്ല, ഒരു മോഡൽ ആൻസർ, ഒരു ഇൻട്രൊഡക്ഷൻ, ഒരു കൺക്ലൂഷൻ, എന്താണ് അതിന്റെ ബോഡി പാർട്ടിൽ അഡ്രസ് ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെ ഒരു കാര്യം നമ്മൾ ചെയ്യും. ഓക്കെ അല്ലേ? അഗ്രികൾച്ചർ ആണെങ്കിൽ അഗ്രികൾച്ചറിന്റെ ഡിസ്കഷൻ കഴിയുമ്പോൾ ഒരു PYQ മെയിൻസ് നമ്മൾ ചെയ്യും. അല്ലെങ്കിൽ ഫുഡ് പ്രോസസ്സിംഗ് ആണെങ്കിൽ അതിന്റെ ഒരു ചെയ്യും. ഓക്കെ അല്ലേ? അപ്പൊ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അല്ലെങ്കിൽ വാട്ട് എവർ യു ആർ ഡിസ്കസ്ഡ് ഇൻ ക്ലാസ്, ഹൗ ക്യാൻ വി യൂസ് ഇൻ യുവർ മെയിൻസ് അല്ലെങ്കിൽ ആൻസർ റൈറ്റിംഗ്. ആ ഒരു ഐഡിയ ഡെവലപ്പ് ചെയ്യലാണ് കേട്ടോ. നിങ്ങളുടെ ആൻസർ റൈറ്റിംഗിന്റെ ഒക്കെ സെഷൻസ് സ്റ്റാർട്ട് ചെയ്തില്ല, ആൾമോസ്റ്റ് ഒരു ബേസിക് ഐഡിയ ഉണ്ട് അല്ലെ കാര്യങ്ങൾ എഴുതാൻ. കാര്യങ്ങൾ എഴുതുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താ മക്കളെ? നിങ്ങൾ യൂണിവേഴ്സിറ്റി പരീക്ഷ എഴുതുന്നതിൽ നിന്ന് GS ആൻസർ എഴുതുന്നതിൽ പ്രധാന വ്യത്യാസം എന്താ? യൂണിവേഴ്സിറ്റി എക്സാം ഈസ് ഓൾ അബൌട്ട് സം പാരഗ്രാഫ് അല്ലെ. എന്തറിയാമെങ്കിൽ കുറെ പാരഗ്രാഫ് എഴുതി തീർക്കുന്ന ഒരു പരിപാടിയാണ്. നമുക്ക് ഒന്നും അറിയില്ലെങ്കിലും ഒരു പോയിന്റ് നമ്മൾ 10 ലൈൻ എഴുതും അല്ലെ. ആ ഒരു രീതി UPSCക്ക് വാലിഡ് അല്ല. UPSC ആൻസർ എഴുതുമ്പോൾ നിങ്ങൾ ചെയ്ത് തുടങ്ങണ്ട, അല്ലെങ്കിൽ ശീലിക്കേണ്ട കാര്യം അറിയുന്നത് മാത്രം എഴുതുന്ന കാര്യം വളരെ ഷോർട്ടായി കൺസൈസായി ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് എഴുതാൻ വേണ്ടി ശീലിക്കുക. പരത്തി എഴുതി കഴിഞ്ഞാൽ ഒരു കാലത്തും നിങ്ങൾ UPSC ക്ലിയർ ചെയ്യില്ല. ദി റീസൺ ഈസ് വെരി സിമ്പിൾ. ദി എക്സാമിനർ ഹാസ് ടു ഇവാലുവേറ്റ് ലോട്ട് ഓഫ് പേപ്പർ. എക്സാമിനർ വിൽ ഓൾവേസ് ഗോ ത്രൂ എ വെർട്ടിക്കൽ റീഡിംഗ്. എന്താണ് ഈ ഹൊറിസോണ്ടൽ റീഡിങ്ങും വെർട്ടിക്കൽ റീഡിങ്ങും തമ്മിലുള്ള വ്യത്യാസം? ആൻസർ എഴുതുമ്പോൾ നമ്മൾ വളരെ വളരെ ചെറിയ പോയിന്റ്സ് എഴുതും, അതിന് എക്സാമ്പിൾ പ്രൊവൈഡ് ചെയ്യും, ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് അണ്ടർലൈൻ ചെയ്യും, വിച്ച് ഈസ് കോൾഡ് കീവേഡ്. Examiner will always go through that keywords in a vertical fashion. ജസ്റ്റ് അതിലൂടെ ഇങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ആൻസറിൽ എന്താണോ ക്രക്സ്, ഹി വിൽ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. മറിച്ച് നിങ്ങൾ പാരഗ്രാഫ് എഴുതിയാലോ, ഹി ഹാസ് ടു ഗോ ത്രൂ ഹൊറിസോണ്ടൽ റീഡിങ്. നെവർ എവർ കൺസിഡർ എക്സാമിനർ വിൽ ഡു ദാറ്റ്. എക്സാമിനറിന് നിങ്ങൾ ആരെയും അറിയില്ല, യു ആർ ജസ്റ്റ് എ റോൾ നമ്പർ അല്ലെ. അപ്പൊ അവരുടെ എക്സാമിനറിന്റെ വർക്ക് നിങ്ങൾ ഈസി ആക്കി കൊടുക്കണം, അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ വർക്ക് ഈസി ആക്കലല്ല വേണ്ട. ഏറ്റവും ഷോർട്ട് പോയിന്റ്സ്, അതിന് പ്രോപ്പർ എക്സാമ്പിൾ, ഡയഗ്രംസ്, 1-2 ലൈനുള്ള ഇൻട്രൊഡക്ഷൻ, കൺക്ലൂഷൻ. ഞാനിപ്പോ റീസെന്റ് ഡേയ്സിൽ ഒരുപാട് ആൾക്കാർ പേപ്പർ കറക്റ്റ് ചെയ്യുമ്പോൾ അതാ ഒരു കഥ എഴുതും ഇൻട്രൊഡക്ഷനിൽ, വേറൊരു കഥ എഴുതും കൺക്ലൂഷനിൽ. ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും ചേർത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് 1 മാർക്കേ ഉണ്ടാവുള്ളൂ, പക്ഷെ ഇൻട്രൊഡക്ഷനും കൺക്ലൂഷൻ ചേർത്ത് നിങ്ങൾ ഒരു പേജ് മുഴുവൻ സ്പേസുകൾ. ബോഡി പാർട്ടിനാണ് മാർക്ക്. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് യുവർ ടോപ്പിക്. കൺക്ലൂഷൻ ജസ്റ്റ് കൺക്ലൂഡ് യുവർ ടോപ്പിക്. 1 or 2 ലൈൻ, ദാറ്റ്സ് മോർ ദാൻ ഇനഫ്. എന്തെങ്കിലും ഒരു എക്സ്ട്രീം സിറ്റുവേഷനിൽ 3 ലൈനൊക്കെ എഴുതാം, അല്ലാതെ നീട്ടിപ്പരത്തി എഴുതുന്ന രീതി നമ്മൾ പാടില്ല. ഇതൊക്കെയാണ് ഒരു ജനറൽ കാര്യങ്ങൾ. ആഫ്റ്റർ ദാറ്റ് യു ജസ്റ്റ് ഗോ ത്രൂ ടോപ്പേഴ്സ് വീഡിയോസ്. യു വിൽ ഗെറ്റ്
ലോട്ട് ഓഫ് ഐഡിയ ഓർ ട്രിക്സ് ടു ഹൗ ടു റൈറ്റ് മെയിൻസ് ആൻസർ. മിക്കവാറും എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും അവരുടെ ടോപ്പേഴ്സിന്റെ ഒക്കെ മെയിൻസ് അവർ എങ്ങനെയാണ് അറ്റംപ്റ്റ് ചെയ്ത് അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്ത് ഒഴിവ് സമയങ്ങൾ കിട്ടുമ്പോൾ അതൊക്കെ ഒന്ന് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഐഡിയ കിട്ടും ഓരോ പേപ്പർ അവരെങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്, അവരെങ്ങനെയാണ് അത് ഇംപ്രൂവ് ചെയ്തത്, എങ്ങനെയാണ് അവർ ഇനീഷ്യൽ സ്റ്റേജ്, എങ്ങനെയാണ് അവർ ഫൈനൽ സ്റ്റേജ്. പോയിന്റ് നമ്പർ 1. സെക്കൻഡ് അഡ്വൈസ് ഈസ് ദാറ്റ് ജസ്റ്റ് ഗൂഗിൾ ടോപ്പേഴ്സ് മെയിൻസ് ആൻസർ ഷീറ്റ്. ഇപ്പൊ 1ാം റാങ്ക് തൊട്ടുള്ള എല്ലാ ആളുകളുടെയും വിഷന്റെ അല്ലെങ്കിൽ ഇൻസൈറ്റിന്റെ അങ്ങനെ പല പല ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഈ ടോപ്പ് റാങ്കേഴ്സിന്റെ ആൻസർ ഷീറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. ഡൗൺലോഡ് ചെയ്യുക, വായിക്കുക, ചോദ്യം വായിക്കുക. ജസ്റ്റ് ഇമാജിൻ ഹൗ യു ആർ ഗോയിങ് ടു അറ്റൻഡ് ദാറ്റ് ക്വസ്റ്റ്യൻ ആൻഡ് ഗോ ത്രൂ ടോപ്പേഴ്സ് ആൻസർ ഷീറ്റ്. ഒരു കാര്യം മനസ്സിലാവും, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ ഒന്നും അല്ല അവർ എഴുതിയിട്ടുണ്ടാവുക. അവരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ദേ ആർ വർത്ത് ഫോർ ഇറ്റ്. അവരത് എഴുതിയത് കൊണ്ടാണ് അവർ കയറിയത് നമുക്ക് തന്നെ മനസ്സിലാവും. അത്രയും ക്ലാരിറ്റിയിലുള്ളതാണ്. അപ്പൊ ഓവർ നൈറ്റിൽ നമുക്ക് ഒരു സ്റ്റൈല് കിട്ടുമോ? ഇല്ല. ആ ടോപ്പർ അത് 4 വർഷം കൊണ്ടായിരിക്കും അതിൽ എത്തിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ 3 വർഷം കൊണ്ടായിരിക്കും ആ ഒരു സ്റ്റൈലിൽ എത്തിയിട്ടുണ്ടാവുക. അപ്പൊ മനസ്സിലാവുക ഇറ്റ് വിൽ ടേക്ക് ടൈം. UPSC ആൻസർ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഒരു ഓവർനൈറ്റ് മിറാക്കിൾ ഒന്നല്ല. ഇറ്റ്സ് എ ഓൺഗോയിങ് പ്രോസസ്സ്. നമ്മൾ ആദ്യം എഴുതും, വളരെ മോശമായിരിക്കും. വി വിൽ ഇംപ്രൂവ്. എങ്ങനെ? വി വിൽ ഗെറ്റ് സം സോർട്ട് ഓഫ് ഫീഡ്ബാക്ക് ഫ്രം യുവർ മെന്റർ. ഇവിടെ മെന്റർഷിപ്പ് ഒക്കെ ഇല്ലേ നിങ്ങൾക്ക്? യു വിൽ ഗെറ്റ് ഫീഡ്ബാക്ക് ഫ്രം യുവർ മെന്റർ. യു ഹാവ് ടു ഇംപ്രൂവ് വിത്ത് യുവർ ഫീഡ്ബാക്ക്. അഗൈൻ റൈറ്റ് ദി ആൻസർ. അഗൈൻ ഇറ്റ് വുഡ് ബി വേഴ്സ്റ്റ്. വീണ്ടും കിട്ടും ഫീഡ്ബാക്ക്. നമ്മൾ ഇംപ്രൂവ് ചെയ്യും. ഇംപ്രൂവ് ചെയ്ത് വരുമ്പോൾ എന്തുണ്ടാവും? സ്ട്രക്ചർ കറക്റ്റ് ആവും, കണ്ടന്റ് കറക്റ്റ് ആകുമ്പോൾ നമ്മൾ അതിലേക്ക് വാല്യൂ അഡീഷൻ ചെയ്യും. ചെയ്ത് വരുമ്പോൾ ഫൈനലി വി വിൽ ഓൾസോ കം അപ്പ് വിത്ത് ആൻ ഐഡിയൽ ആൻസർ. പിന്നീട് നമ്മുടെ ഗുണം എന്ന് പറയുന്നത് ഏതൊരു ചോദ്യം വന്നാലും വി ക്യാൻ കം അപ്പ് വിത്ത് ആൻ ഐഡിയൽ ആൻസർ ഓർ എ മോഡൽ ആൻസർ. ആ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തും. പക്ഷേ ഇറ്റ് വിൽ ടേക്ക് ലോട്ട്സ് ഓഫ് ടൈം. പേഷ്യൻസിൽ ചെയ്യുക. കുറെ ആളുകൾ എന്ത് ചെയ്യും? നെഗറ്റീവ് ഫീഡ്ബാക്ക് വരും, വി വിൽ എൻഡ് അപ്പ് വിത്ത് ദി പ്രോസസ്. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ഈ ഒരു പ്രോസസ്സിലേ ഉണ്ടാവില്ല. ഒരിക്കലും ഈ പരീക്ഷ ക്ലിയർ ആവില്ല. ഈ പരീക്ഷ ഡിസൈഡ് ചെയ്യുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് മെയിൻസ്. 1750 മാർക്ക് മെയിൻസിനാണ്. മെയിൻസിൽ നല്ല സ്കോർ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ പരീക്ഷ ക്ലിയർ ആവുള്ളൂ. എഴുതി ശീലം വേണം. ക്ലിയർ അല്ലേ? ആ ഒരു ടെൻഡൻസി ഡെവലപ്പ് ചെയ്യാനാണ് എക്കണോമിക് പാർട്ട് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലാസ്സിൽ ഞാൻ കുറച്ച് ടൈം തരും. അപ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങളുടെ എല്ലാവരും പേപ്പർ ഞാൻ ഇവാലുവേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ പോസിബിൾ ആണോ? നടക്കില്ല. ഞാൻ നിങ്ങളെ കൊണ്ടൊന്ന് എഴുതിപ്പിക്കും, ഒരു മോഡൽ ആൻസർ ഡിസ്കസ് ചെയ്യും. അത്രേ നമുക്ക് പോസിബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ എന്ത് നടക്കില്ല? ക്ലാസ് എടുപ്പ് നടക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? ആ ഒരു മോഡൽ ആൻസർ നോക്കുമ്പോൾ നിങ്ങളുടെ ഉത്തരത്തിലേക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ വാല്യൂ അഡീഷൻ ചെയ്യുക. ദാറ്റ് ഈസ് അവർ ജനറൽ ടെക്നിക്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഗോ ത്രൂ ദി എക്സാമ്പിൾ. What happens to export and import while depreciation or appreciation is taking place? നമ്മൾ ഇവിടെ ഒരു എക്സാമ്പിൾ ആണ്. എന്താണ്? Let's say an exporter wants to sell a good at ₹200. എന്താണ് ഇവിടെ നടക്കുന്ന കാര്യം എന്ന് പറയുന്നത്? ഇന്ത്യയിൽ ഒരു എക്സ്പോർട്ടർ ഉണ്ട്. ഇയാൾ എന്ത് ചെയ്യാണ്? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ USA ഇയാൾ ഒരു ഗുഡ്സ് എക്സ്പോർട്ട് ചെയ്യാണ്. ഓക്കെ അല്ലേ? USA ഇയാൾ ഒരു ഗുഡ് എക്സ്പോർട്ട് ചെയ്യണം. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ഈ ഇന്ത്യയിലെ എക്സ്പോർട്ടർ എന്താണ് ഇൻ റിട്ടേൺ എക്സ്പെക്ട് ചെയ്യുന്നത്? ഡോളർ. ബുദ്ധിമുട്ടില്ലല്ലോ. പക്ഷെ ഇന്ത്യയിലെ എക്സ്പോർട്ടർ ഈ പറയുന്ന പ്രൊഡക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് ഏത് റുപ്പീസിലായിരിക്കും? ഇന്ത്യൻ റുപ്പീസിലായിരിക്കും അയാളുടെ ഫാക്ടർ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ കോസ്റ്റ് ഒക്കെ കവർ ചെയ്തിട്ടുള്ളത് അല്ലേ? അപ്പൊ നമ്മുടെ സിറ്റുവേഷനിലേക്ക് വാ. ഇന്ത്യയിലെ ഒരു എക്സ്പോർട്ടർ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു. അതില് ഇന്ത്യൻ രൂപയില് അയാളുടെ ഫാക്ടർ എക്സ്പെൻഡിച്ചർ, അല്ലെങ്കിൽ നല്ലൊരു വാക്ക് ഏതാ? ഫാക്ടർ കോസ്റ്റ് അല്ലെ? ഫാക്ടർ കോസ്റ്റ് ഇൻ ടേംസ് ഓഫ് ഇൻക്ലൂഡിങ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ₹200 ആണ്. ഇതുവരെ പ്രശ്നമില്ലല്ലോ. ഇനി ആ ഒരു പർട്ടിക്കുലർ ടൈമിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുന്നത് എത്രയാ? $1 എന്ന് പറയുന്നത് 100 rupees ആണ്. 100 ഇന്ത്യൻ രൂപ കൊടുത്തു കഴിഞ്ഞാൽ $2 കിട്ടും. ക്ലിയർ ആണോ? ഈ പറയുന്ന എക്സ്പോർട്ടർ ഈ ഗുഡ്സ് USA കൊടുത്തു കഴിഞ്ഞാൽ യുഎസിലെ ആളോട് നമ്മൾ എന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? 200 ഇന്ത്യൻ രൂപയോ അതിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഡോളറോ തരണം എന്ന് പറയും. അപ്പൊ എത്ര ഡോളർ ആയിരിക്കും കൊടുക്കുക? $2. ബുദ്ധിമുട്ടില്ലല്ലോ? ഇതുവരെ പ്രശ്നമില്ലല്ലോ? ഇന്ത്യയിലെ ഒരു എക്സ്പോർട്ടർ ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്തു. അതിന്റെ വില അല്ലെങ്കിൽ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻക്ലൂഡിങ് പ്രോഫിറ്റ് 200 rupees ആണ്. അപ്പൊ അമേരിക്കയിലേക്ക് അത് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ പറയാ? അമേരിക്കക്കാരൻ ആ എക്സ്പോർട്ടറിന് എന്ത് പ്രൊവൈഡ് ചെയ്യണം? കറൻസി പ്രൊവൈഡ് ചെയ്യണം. ഒന്നല്ലെങ്കിൽ 200 ഇന്ത്യൻ റുപ്പീസോ അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പീസിന് ഇക്വാലന്റ് ആയിട്ടുള്ള ഡോളറോ പേ ചെയ്യണം. ഇപ്പൊ $1 100 ഇന്ത്യൻ റുപ്പീസ് ആണെങ്കിൽ എത്ര ഡോളർ പേ ചെയ്യണം? $2 പേ ചെയ്യണം. ഇതുവരെ ഓക്കെ ആണോ? ഓക്കെ.
ലെറ്റ്സ് സേ ആൻ ഇമ്പോർട്ടർ ഈസ് ഇമ്പോർട്ടിങ്. അമേരിക്കക്കാരന്റെ പെർസ്പെക്റ്റീവില് പറയുകയാണെങ്കിൽ ആ അമേരിക്കക്കാരൻ എന്താണ് ചെയ്യുന്നത്? ഇന്ത്യയിൽ നിന്നൊരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യണം അമേരിക്കയിലേക്ക്. എത്ര വാല്യൂല്? $2 വാല്യൂല്. ഇതുവരെ ഓക്കെ അല്ലേ? ലെറ്റ്സ് ഗോ ടു വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് ഡിപ്രിസിയേഷൻ. ഡിപ്രിസിയേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് എന്താ? ഇന്ത്യൻ രൂപയുടെ വാല്യൂ കുറയുന്നത് അല്ലെ? ജനുവരി 2021 നമ്മൾ ഈ ആദ്യത്തെ കൺസൈൻമെന്റ് കൊടുത്തപ്പോഴുള്ള കൺവേർഷൻ എത്രയായിരുന്നു? $1 എന്ന് പറയുന്നത് ₹100. ഇനി ജാൻ 2022 നെക്സ്റ്റ് ഇയർ ആയപ്പോ രൂപയുടെ വാല്യൂ കുറഞ്ഞു. രൂപയുടെ വാല്യൂ കുറഞ്ഞു എന്ന് പറയുമ്പോൾ പുതിയ കൺവേർഷൻ റേറ്റ് എത്രയാ? ഇതൊക്കെ ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ് കേട്ടോ. ഇത്ര ഡിഫറൻസ് ഒന്നും വരില്ല. മാക്സിമം 1, 2, 3, 4 എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഡിഫറൻസസ് ഒക്കെയാണ് വരുള്ളൂ. ജസ്റ്റ് കൺസിഡർ ദി നെക്സ്റ്റ് ഇയർ ഇന്ത്യൻ റുപ്പീസ് ഡിപ്രീഷിയേറ്റിംഗ്. ഡിപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ $1 = 200. എന്താ സംഭവിക്കുക? സെയിം ടെക്നിക്ക് എടുക്കും. സെയിം ടെക്നിക്ക് എടുത്തതിന് എന്താണ്? എഗെയിൻ ഫാക്ടർ കോസ്റ്റ് എന്ന് പറയുന്നത് 200 രൂപ തന്നെയല്ലേ? പക്ഷെ 200 രൂപ എന്ന് പറയുമ്പോ ഇപ്പോ അമേരിക്കക്കാരൻ എത്ര ഡോളർ കൊടുത്താൽ മതി? 200 രൂപ എന്ന് പറയുമ്പോ അമേരിക്കക്കാരൻ ഇപ്പൊ എത്ര ഡോളർ കൊടുത്താൽ മതി? $1. അപ്പൊ ഇവിടെ എന്താണ് സംഭവിച്ചിട്ടുള്ളത്? എക്സ്പോർട്ട് അമേരിക്കക്കാരൻ നോക്കുമ്പോൾ പണ്ട് $2 കിട്ടിയിരുന്ന ഒരു ഗുഡ് ഇപ്പൊ എത്ര രൂപയ്ക്കാണ് കിട്ടുന്നത്? $1 കിട്ടുന്നത്. സോ എക്സ്പോർട്ട് ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് ചീപ്പർ ആയിട്ട് ഫീൽ ചെയ്യില്ലേ? സോ ഇന്ത്യൻ എക്സ്പോർട്ട് വുഡ് ബി മോർ കോമ്പറ്റേറ്റീവ്. ഇന്ത്യയിലേക്ക് ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യാണ് വിചാരിക്കുക, എന്താ സംഭവിക്കുക? ഈ എക്സാമ്പിൾ തന്നെ നേരെ തിരിച്ചൊന്ന് ചിന്തിക്ക്. അമേരിക്കയിൽ നിന്ന് നമ്മളൊരു ഗുഡ്സ് ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യാണ്. ഓക്കെ ആണോ? ആ ഗുഡ്സിന്റെ വില എന്ന് പറയുന്നത് $2. ആ ഗുഡ്സിന്റെ വില എന്ന് പറയുന്നത് $2. 2021 ആ $2 എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇന്ത്യൻ രൂപയിൽ എത്ര രൂപയാണ് ചെലവാക്കുന്നത്? 2 × 100 200 ഇന്ത്യൻ റുപ്പീസ്. ഓക്കെ ആണോ? റുപ്പീസ് ഡിപ്രീഷിയേറ്റ് ചെയ്തു. എഗെയിൻ അമേരിക്കയിൽ നിന്ന് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അമേരിക്കക്കാരന് എന്തിലാ കൊടുക്കണ്ടേ? അയാളുടെ $2 ആയിട്ടുള്ള ഫാക്ടർ കോസ്റ്റ് കൊടുക്കണം. ഇപ്പൊ $2 എന്ന് പറയുമ്പോൾ നമ്മൾ എത്ര ഇന്ത്യൻ രൂപയാണ് പേ ചെയ്യേണ്ടത്? 2 × 200 400 രൂപ. ഇമ്പോർട്ടിന് എന്താ സംഭവിച്ചത്? ഇമ്പോർട്ട് ഈസ് ബിക്കമിങ് കോസ്റ്റ്ലിയർ. ക്ലിയർ ആണോ? Point conclude. Whenever rupee is depreciating, what happens to Indian export? Indian export become cheaper or competitive. The import into India എന്താ സംഭവിക്കുക? ഇന്ത്യയിലേക്ക് വേറൊരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ എന്താ സംഭവിക്കുക? ദാറ്റ് വുഡ് ബി മോർ കോസ്റ്റ്ലിയർ. ക്ലിയർ അല്ലേ? സെക്കൻഡ് എക്സാമ്പിൾ അങ്ങനെ വെച്ചാൽ നിങ്ങൾ അതൊന്ന് ഇവാലുവേറ്റ്. അപ്രിസിയേഷൻ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഇവിടെ? Appreciation is the situation in which value of Indian rupee is increasing. Again നമ്മുടെ എക്സാമ്പിളുകളിലേക്ക് വാ. 2021 ജനുവരിയിൽ $1 എന്ന് പറയുന്നത് 100 ഇന്ത്യൻ രൂപയാണ്. ഇന്ത്യൻ രൂപ അപ്രിഷിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഇന്ത്യൻ രൂപയുടെ വാല്യൂ കൂടി. എത്രയായിട്ട് മാറി? $1 എന്ന് പറയുന്നത് 50 ഇന്ത്യൻ രൂപ. സെയിം സിറ്റുവേഷൻ നോക്ക്. ഇന്ത്യൻ എക്സ്പോർട്ടർ ഈസ് എക്സ്പോർട്ടിങ് ഇൻ ടു അമേരിക്ക. ഇന്ത്യക്കാരന് എത്ര രൂപയാണ് വേണ്ട? ഫാക്ടർ കോസ്റ്റ് 200 രൂപയാണ് വേണ്ടത്. ഇപ്പോ 200 രൂപ എന്ന് പറയുന്നത് എത്ര ഡോളറാണ്? $4 അല്ലെ? പണ്ട് $2 ആണ് US-കാരൻ ഇന്ത്യക്ക് കൊടുത്തതെങ്കിൽ ഇപ്പൊ എത്ര ഡോളർ കൊടുക്കണം? ഇന്ത്യയിൽ നിന്ന് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അയാൾ എത്ര ഡോളർ കൊടുക്കണം? $4 കൊടുക്കണം. വാട്ട് ഹാപ്പൻസ് ടു എക്സ്പോർട്ട് ബിക്കം ലെസ് കോമ്പറ്റേറ്റീവ്, അല്ലെങ്കിൽ വേറൊരു വാക്ക് ഉപയോഗിക്കാലോ, എക്സ്പോർട്ട് ബിക്കം കോസ്റ്റ്ലിയർ. ഇമ്പോർട്ടിന് എന്താ സംഭവിക്കാന്ന് നിങ്ങൾ നോക്കി. അമേരിക്കക്കാരൻ ഇന്ത്യയിലേക്ക് ഇമ്പോർട്ട് ചെയ്യുന്നത് എത്ര ഡോളറിലാ? $2. പണ്ട് എത്ര ഇന്ത്യൻ രൂപ കൊടുക്കണം? 2 × 100 200 ഇന്ത്യൻ റുപ്പീസ് കൊടുക്കണം. ഇപ്പൊ $2 എന്ന് പറയുമ്പോ എത്ര ഇന്ത്യൻ റുപ്പീസ് കൊടുത്താൽ മതി? 2 × 50 100 ഇന്ത്യൻ റുപ്പീസ് കൊടുത്താൽ മതി. ഇമ്പോർട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ചീപ്പർ ആയിട്ട് മാറി. ക്ലിയർ ആണോ? ഏതെങ്കിലും ഒരു ടേംസിൽ മാത്രം പഠിക്കുക. രണ്ടും പഠിച്ചു വെച്ചാൽ നിങ്ങളുടെ തെറ്റിപ്പോവും. ഒന്നല്ലെങ്കിൽ അപ്രീസിയേഷന്റെ ടൈമിൽ പഠിച്ചു വെക്കുക, അല്ലെങ്കിൽ ഡിപ്രീസിയേഷന്റെ ടൈമിൽ മാത്രം പഠിച്ചു വെക്കുക. അപ്രീസിയേഷനും ഡിപ്രീസിയേഷനിൽ എന്താ നടക്കുന്നത്? ഡിപ്രീസിയേഷൻ ആണെങ്കിൽ ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് എക്സ്പോർട്ട് ബിക്കം ചീപ്പർ ആൻഡ് കോമ്പറ്റേറ്റീവ്, ഇമ്പോർട്ട് ബിക്കം കോസ്റ്റ്ലിയർ. അതേപോലെ നമ്മുടെ അപ്രീസിയേഷനിലാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? എക്സ്പോർട്ട് എന്ന് പറയുന്നത് എന്തായിട്ട് മാറും?
ലെസ് കോമ്പറ്റേറ്റീവ് അല്ലെങ്കിൽ കോസ്റ്റ്ലിയർ ആവും. ഇമ്പോർട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? ചീപ്പർ ആയിട്ട് മാറും. ഒന്ന് അനലൈസ് ചെയ്യും, ഒന്നും കൂടി അനലൈസ് ചെയ്യും. ഈ ഫൈനലി പറഞ്ഞ ഈ ഒരു ഔട്ട്പുട്ട് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. അതിന് കൃത്യമായിട്ടുള്ള ഒരു എക്സാമ്പിൾ നിങ്ങൾ ഈ എക്സാമ്പിൾ അനലൈസ് ചെയ്യുമ്പോൾ ഇത്ര മനസ്സിലാക്കുക, ഇന്ത്യക്കാരനാണെങ്കിൽ അവന് പേയ്മെന്റ് വേണ്ടത് റുപ്പീസിലാണ്, അമേരിക്കക്കാരനാണെങ്കിൽ അവൻ പേ ചെയ്യുന്നത് ഡോളറിലാണ്. ആ കൺവേർഷൻ റുപ്പിയിലും ഡോളറിലും ഒന്ന് അനലൈസ് ചെയ്യും. എക്സാമ്പിൾ കൈയോടെ ക്ലാസ്സിൽ നിന്ന് ക്ലിയർ ആവുക. ഇന്ത്യക്കാരന്റെ ഫാക്ടർ കോസ്റ്റ് റുപ്പീസിലും അമേരിക്കക്കാരൻ പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ അവന്റെ ഫാക്ടർ കോസ്റ്റ് ഡോളറിലുമാണ്. ആ ഒരു കൺസെപ്റ്റ് മാത്രം തെറ്റാതെ മനസ്സിലാക്കുക. ഇന്ത്യൻ കമ്പനി ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫാക്ടർ കോസ്റ്റ് ഇന്ത്യൻ റുപ്പീസിലാണ്. അമേരിക്കൻ കമ്പനി ഒരു ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ഫാക്ടർ കോസ്റ്റ് ഡോളറിലാണ്.